നമസ്കാരം, പ്രവാസികളിലേക്ക് ഏവർക്കും സ്വാഗതം. പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ രാജ്യമൊട്ടുക്കെ ആശങ്കയിലാണ്. എന്തുകൊണ്ടെന്നാൽ ഒരു വിഭാഗം ജനങ്ങളെ എന്തുകൊണ്ട് എതിർക്കുന്നു എന്ന സംശയമാണ് എല്ലാവർക്കും. ആ സംശയം തന്നെയാണ് പ്രവാസ ലോകത്തുള്ള പലർക്കും ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. ഇതിനെതിരെ ഒത്തിരി പേർ വാദപ്രതിവാദങ്ങളുമായി രംഗത്തെത്തുകയാണ്. അത്തരത്തിൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ നടക്കുന്ന ജനകീയ പ്രക്ഷോഭങ്ങളെ വിമർശിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ച മലയാളി ഡോക്ടർ ദോഹയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് രാജിവെച്ചുവെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ദോഹയിലെ നസീം അൽ റബീഹ് മെഡിക്കൽ സെന്ററിൽ നിന്ന് ഓർത്തോപീഡിക്സ് വിഭാഗം സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ അജിത് ശ്രീധരനാണ് രാജിവെച്ചതായുള്ള വാർത്തകൾ വന്നത്. ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായതോടെ ആശുപത്രി അധികൃതർ വിശദീകരണം ആവശ്യപ്പെടുകയും ഡോക്ടർ മാപ്പ് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ആശുപത്രിയിൽ നിന്ന് ഡോക്ടറെ പിരിച്ചുവിടണമെന്ന ആവശ്യം ശക്തമായതോടെ അജിത് സ്വയം രാജിവെച്ചു പോവുകയായിരുന്നു എന്നായിരുന്നു പുറത്തേക്ക് വരുന്ന വിവരം. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയാണ് ഡോക്ടർ അജിത് ശ്രീധർ. ഡോക്ടർ അജിത് എസ് മാളിയാടൻ എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെയാണ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയും ദേശീയ പൗരത്വ രജിസ്റ്ററിനെതിരെയും നടക്കുന്ന പ്രതിഷേധങ്ങൾക്കെതിരെ അജിത് ശ്രീധർ വിമർശനങ്ങളുമായി രംഗത്തെത്തിയത്. നരേന്ദ്രമോദി സർക്കാരിനെ താഴെയിറക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രണ്ടാം വിമോചന സമരം എന്ന നിലയിൽ ഇപ്പോൾ പ്രക്ഷോഭങ്ങൾ നടക്കുന്നതെന്നും പറമ്പിലെ ചപ്പും ചവറും കൂട്ടിയിട്ട് തീ കൊളുത്തി ക്രിമിനലുകളെ തെരുവിലിറക്കി പൊതുമുതൽ നശിപ്പിക്കുന്നതിനെ പൊതുജന പ്രക്ഷോഭമായി മഹത്വവൽക്കരിക്കുകയാണ് ചെയ്യുന്നതെന്നുമായിരുന്നു അജിത് ശ്രീധരന്റെ വിവാദ പരാമർശം. അതോടൊപ്പം തന്നെ ഏറ്റവും എളുപ്പം ഇളക്കിവിടാവുന്ന വിഭാഗത്തെ തെറ്റിദ്ധരിപ്പിച്ച് കലാപം സൃഷ്ടിക്കുകയാണെന്ന് പറയുന്ന പോസ്റ്റ് പൗരത്വ നിയമത്തിനെതിരെ പ്രതികരിച്ച സാംസ്കാരിക നായകരെ ഷാനന്മാരെന്നും വിശേഷിപ്പിക്കുന്നു. അതേസമയം ഡോക്ടറുടെ പോസ്റ്റ് വ്യക്തിപരമാണെന്നും സ്ഥാപനത്തിന്റെ അറിവോടെയല്ലെന്നും നസീം മാനേജ്മെന്റ് അറിയിക്കുകയുണ്ടായി. ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ പ്രവർത്തിക്കുന്ന പാരമ്പര്യമാണ് സ്ഥാപനത്തിനുള്ളതെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കി. അതിനാൽ തന്നെ ഇത്തരം പരാമർശങ്ങൾ അവർ ഏറ്റെടുക്കില്ല എന്നതായിരുന്നു ഡോക്ടറിനെ പിരിച്ചുവിടുന്നതിലേക്ക് എത്തിച്ചത് തന്നെ. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.